സ്ഥാനികമായിട്ടൊരു ബാഹ്യ സ്വേദനക്രിയയാണ്. ഉപനാഹം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ബന്ധനം ചെയ്യുക എന്നാണ്. ഉപനാഹത്തിന് ഉപയോഗിക്കുന്ന മരുന്നുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു വ്യക്തിയുടെ രോഗാവസ്ഥ അനുസരിച്ചിട്ടുള്ള ചില ഔഷധക്കൂട്ടുകളുടെ സൂക്ഷ്മചൂർണ്ണങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൂടാതെ തന്നെ ഈ സൂക്ഷ്മചൂർണ്ണത്തിൽ ചേർക്കുന്ന ചില ദ്രവ്യങ്ങൾ, അതായത് മെഡിസിൻസിൻ്റെ ലിക്വിഡ് ഫോം. ബേസിക്കലി ഇപ്പം ചില പേഷ്യൻസ് നീർക്കെട്ടോട് കൂടിയിട്ട് അല്ലെങ്കിൽ ചില സന്ധികളിൽ നന്നായി നീര് വരുന്നതും അല്ലെങ്കിൽ ഒരു വളരെ കഠിനമായ വേദന അനുഭവപ്പെടുന്നവർക്കും സ്റ്റിഫ്നെസ് അനുഭവപ്പെടുന്നവർക്കൊക്കെ ധാന്യാമ്ലം അല്ലെങ്കിൽ വെപ്പുകാടി ഉപയോഗിച്ചിട്ട് നമ്മൾ ഉപനാഹം ചെയ്യും. അതുകൂടാതെ തന്നെ നന്നായിട്ട് വേദന, അതായത് നീരില്ലാത്ത ഒരവസ്ഥകളും സന്ധികളിൽ കാണപ്പെടാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കണ്ടീഷനുകളിൽ ചില വാതകരമായിട്ടുള്ള തൈലങ്ങൾ ഉപയോഗിക്കും. അതുകൂടാതെ തന്നെ മോര്, പാല് എന്നിവയൊക്കെ ചേർത്തിട്ട് നമ്മൾ ഉപനാഹക്രിയ ചെയ്യാറുണ്ട്. ഇതുകൂടാതെ തന്നെ ഇത്തരത്തിലുള്ള സൂക്ഷ്മചൂർണവും പിന്നെ ദ്രവദ്രവ്യങ്ങളും അതിൻ്റെ കൂടെ തന്നെ ഇന്ദുപ്പും നമ്മൾ ചേർത്തിട്ട് ഈ മെഡിസിൻസിലൊക്കെ ഒരു ബയോ അവൈലബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ദുപ്പും കൂടി ചേർക്കുന്നത്. അപ്പോൾ ഈ തരത്തിലുള്ള എല്ലാ ഔഷധക്കൂട്ടുകൾ നന്നായി അരച്ച് ചെറുതായി ചൂടാക്കിയിട്ട് നമ്മളെ വേദന അനുഭവപ്പെടുന്ന അല്ലെങ്കിൽ നീരുള്ള സ്ഥാനികമായിട്ടുള്ള സ്ഥലങ്ങളിൽ, അതായത് മുട്ട്, കാൽമുട്ട് അല്ലെങ്കിൽ കൈമുട്ട് എന്നീ സ്ഥലങ്ങളിൽ ചെറു ചൂടോടെ ലേപനം ചെയ്തിട്ട് അതിന് മീതെ ചില വാതകരമായിട്ടുള്ള ഇലകൾ ഉപയോഗിച്ച്, അതായത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ആവണക്കിൻ്റെ ഇല അല്ലെങ്കിൽ എരിക്കിൻ്റെ ഇല, ഇതൊക്കെ വെച്ച് മീതെ അത് പൊതിഞ്ഞ് കെട്ടി വെക്കുന്ന ഒരു ക്രിയയാണ് ഉപനാഹസ്വേദം. ഉപനാഹസ്വേദത്തിന് ഒരു സമയപരിധിയുണ്ട്. അത് എല്ലാ സമയത്തും എപ്പോഴും ചെയ്യാവുന്നതല്ലാതെ അല്ലെങ്കിൽ കുറേ സമയം ചെയ്തിട്ട് ബാൻഡേജ് കെട്ടി വെക്കുന്ന ഒരു ചികിത്സയല്ല ഇത്. അതിന് മാക്സിമം ഒരു 12 മണിക്കൂർ മാത്രമേ ഈ തരത്തിലുള്ള ബാൻഡേജ് കെട്ടിവെക്കാൻ പാടുള്ളൂ. പക്ഷേ ചില കണ്ടീഷൻസിലൊക്കെ ചില പ്രായമായ വ്യക്തികളിലോ അല്ലെങ്കിൽ ചില സിവിയർ ആയിട്ടുള്ള കണ്ടീഷനിലൊക്കെ ഈ സമയപരിധി കുറച്ചിട്ടും നമുക്ക് ചെയ്യാവുന്നതാണ്. അതായത് ലെസ് ദാൻ 12 hours, മേ ബി 6 hours ഒക്കെ നമുക്ക് വെച്ചിട്ട് കെട്ടിവെക്കാവുന്നതാണ്. ഇത് സ്ഥാനികമായ ഒരു രോഗാവസ്ഥയിലാണ് പ്രത്യേകിച്ച് ഉപനാഹസ്വേദം ചെയ്തു വരാറ്. പ്രത്യേകിച്ച് നമ്മുടെ കൈമുട്ടിലുണ്ടാകുന്ന ടെന്നീസ് എൽബോ പോലത്തെ കണ്ടീഷനിൽ അല്ലെങ്കിൽ കാൽമുട്ടിലുണ്ടാകുന്ന സന്ധിവാദം പോലത്തെ കണ്ടീഷനിൽ അല്ലെങ്കിൽ രക്തവാദം പോലത്തെ കണ്ടീഷനിൽ എനി ടൈപ്പ് ഓഫ് ലിഗമെൻ്റ് ഇഞ്ചുറീസിലൊക്കെ ഇത് വളരെ ഫലപ്രദമായ ഒരു ചികിത്സയാണ്. അതുകൂടാതെ തന്നെ നമ്മൾ തോൾ സന്ധിയിൽ വരുന്ന വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നതാണ് ഫ്രോസൺ ഷോൾഡർ പോലത്തെ കണ്ടീഷൻസ്, ഭയങ്കര സ്റ്റിഫ്നെസ് ആയിട്ടുള്ള കണ്ടീഷൻസിലൊക്കെ. അതുകൂടാതെ പലതരത്തിലുള്ള ഷോൾഡറിൽ വരുന്ന ലിഗമെൻ്റ് ഇഞ്ചുറീസ് അല്ലെങ്കിൽ റൊട്ടേറ്ററി കഫ് മസിൽ ടയർ എന്നീ കണ്ടീഷനിലൊക്കെ ഉപനാഹസ്വേദം വളരെ ഫലപ്രദമായ ഒരു ചികിത്സാ രീതിയാണ്.